ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ സ്കേർട്ട് ഭാഗത്ത് പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളി ലോങ് ഡ്രസ്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. ഈ ടോപ്പിൻ്റെ സ്ലീവിൽ കഫ് സ്ലീവാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മീറ്റർ റയോണിൻ്റെ ക്ലോത്താണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യം ഈ ഡ്രസ്സിൻ്റെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 16 ഇഞ്ച് ലെങ്ത്തുള്ള തുണി എടുത്തിട്ടുണ്ട്. 15 ഇഞ്ചാണ് ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 43 ഇഞ്ചാണ്. ഇനി ഈ തുണിയെ 4ആയിട്ട് മടക്കിയെടുക്കണം. ആദ്യം ഇതുപോലെ 2ആയിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ മടക്കിയെടുക്കാം. ഇപ്പോൾ ഇത് 4ആയിട്ട് മടക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഫോൾഡിങ് വരുന്ന ഭാഗം. ഇവിടെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ്. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ടോപ്പ് പാർട്ടിൻ്റെ ലെങ്ത്ത് 15 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 16 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഇവിടെ നിന്നും ഇങ്ങോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും താഴേക്ക് 7 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി ഈ 2 പോയിന്റുകൾ തമ്മിലും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം. ഇവിടെ നിന്നും ഇങ്ങോട്ട് ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ അളവ് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെയും ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കണം. ഇനി ഈ കോർണറിൽ നിന്നും ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൈക്കുഴി ഇതുപോലെ വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ താഴ് ഭാഗത്ത് വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാം. വേസ്റ്റിൻ്റെ അളവ് 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഈ ചെസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റും ഈ വേസ്റ്റ് മാർക്ക് ചെയ്ത പോയിന്റും ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. ഇനി നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഡെപ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതൊരു ബോക്സ് ആക്കി വരച്ച് ഇതിനുള്ളിൽ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഇഷ്ടമുള്ള ഷേപ്പിലുള്ള നെക്ക് വരച്ചെടുക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള റൗണ്ട് നെക്കാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇനി ബാക്ക് നെക്ക് ഡെപ്ത് 2 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ സ്ലോപ്പാക്കി ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ബാക്ക് പാർട്ടിനെ മാറ്റിയതിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടോപ്പ് പാർട്ടിൻ്റെ കട്ടിങ് വരുന്നത്. ഇനി സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. സ്കേർട്ട് പാർട്ട് 2 ലെയറായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് ലെയറിന് വേണ്ടി 21 ഇഞ്ച് ലെങ്ത്തുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. 20 ഇഞ്ചാണ് ഫസ്റ്റ് ലെയറിന് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 1/2 ഇഞ്ച് സെക്കൻഡ് ലെയറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് ടോപ്പ് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുള്ളത്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 44 ഇഞ്ചാണ്. ഇതേ അളവിലുള്ള 2 പീസ് തുണി വേണം. ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടാണ്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള തുണി എടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. 10 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി 11 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് താഴ് ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാനും 1/2 ഇഞ്ച് സ്കേർട്ട് പാർട്ടിൻ്റെ ഫസ്റ്റ് ലെയറുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. ഈ തുണിയുടെ വീതി എടുത്തിട്ടുള്ളത് 60 ഇഞ്ചാണ്.
ഇതേ അളവിലും 2 പീസ് തുണി വേണം, ഒന്ന് ഫ്രണ്ട് പാർട്ടിനും ഒന്ന് ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ടാണ്. ഇനി ഈ ഡ്രസ്സിൻ്റെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 18 ഇഞ്ചാണ് വേണ്ടത്. ആദ്യം 16 ഇഞ്ചിൽ തുണി കട്ട് ചെയ്തെടുക്കണം. പിന്നെ 2 ഇഞ്ചിലുള്ള ബാൻഡ് വേറെ ഇതുമായിട്ട് ജോയിൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 18 ഇഞ്ച് കിട്ടും. ഇനി ഈ മുകളിൽ നിന്നും താഴേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ കോർണറിൽ നിന്നും ഈ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ലൈനിലേക്ക് ടാപ്പ് ഇതുപോലെ ചരിച്ച് വെച്ച് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചെടുക്കണം. ഇനി ഈ ലൈനിൽ 10ൻ്റെ പകുതി 5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ ആം ഹോൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിങ് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് 10 ഇഞ്ച് എടുത്തിട്ടുള്ളത്. ഇനി സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് ഈ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെയും ഇതിൻ്റെ താഴ്ഭാഗത്തും ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ താഴ്ഭാഗത്തേക്ക് വരുന്ന കഫിന് വേണ്ടി ഈ ബാക്കി വന്ന തുണിയിൽ നിന്ന് തുണി കട്ട് ചെയ്തെടുക്കാം. 5 ഇഞ്ച് വീതിയുള്ള തുണിയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലെങ്ത്ത് എടുക്കണം. അതിന് കൈയുടെ ബാൻഡ് എവിടെയാണ് വരുന്നത് അവിടെ ടാപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് അളന്ന് നോക്കുക. 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽത്തും കൂടെ കൂട്ടി 9 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതേ അളവിലുള്ള 2 പീസ് തുണി എടുക്കണം 2 സ്ലീവിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കട്ടിങ് വരുന്നത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ലെങ്തായി പോകുന്നത് കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.